ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ രജി ടീച്ചറിൻ്റെ സ്റ്റോറിയുടെ തേർഡ് പാർട്ടുമായിട്ടാണ്. അപ്പം ആദ്യത്തെ 2 പാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ടിട്ട് വേണം ഈ പാർട്ട് കേൾക്കാൻ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ടും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്യുക, ബാക്കി അവിടെ കേൾക്കുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ. ഞാൻ മായയെ ആശ്വസിപ്പിക്കാനായി ഒന്ന് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൾ എന്നെ തള്ളി മാറ്റി. അവൾ ആ മുറിയിൽ നിന്നും ബാഗും എടുത്ത് ആദ്യം പുറത്തേക്ക് നടന്നു. കോളേജിന് പുറകുവശമുള്ള വഴിയിലേക്ക് ഞാൻ അവളെ കൈപിടിച്ച് നടത്തി. അവിടെ ബൈക്ക് കൊണ്ടുവച്ചിരുന്ന ഞാൻ അവനെ അതിൽ കയറ്റി. ബൈക്കിൽ പോകുമ്പോഴുള്ള അവൾ നേങ്ങുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അവളുടെ ഭർത്താവിൻ്റെ വീടിന് മുന്നിൽ ഇറക്കിയിട്ടു. അവൾ എന്നോടൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. ആ സംഭവം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. കാരണം പിന്നീട് കോളേജിൽ അവൾ വന്നെങ്കിലും എന്നെ കാണാൻ കൂട്ടാക്കാതെ ഒഴിഞ്ഞു മാറി. അതിനുശേഷം അവളെ ഒറ്റയ്ക്ക് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ സോറി പറഞ്ഞുവെങ്കിലും അവൾ എന്നെ തള്ളി മാറ്റി കടന്നുപോയി. എന്നെ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു മായ. കാരണം അന്നത്തെ സംഭവം തന്നെ. അതുകൊണ്ട് ഇനി അവൾക്ക് കുട്ടി ഉണ്ടാകുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അവളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഒരു ഞായറാഴ്ച രാവിലെ ചെന്നെങ്കിലും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞാൻ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ടീച്ചർ അടുക്കള ഭാഗത്ത് നിൽക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് ടീച്ചറുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുക്കളയിലേക്ക് കയറ്റി. ടീച്ചറുടെ അമ്മ ഞങ്ങൾ അകത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കിട്ടാകണം മോളെ എന്ന് വിളിച്ചു. ടീച്ചറാണ് മറുപടി പറഞ്ഞത്. എൻ്റെ വായു പൊത്തിപ്പിടിച്ചു. എൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ടീച്ചറുടെ തലയിൽ തേച്ച എണ്ണയുടെ മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു. എൻ്റെ മുഖഭാവവും സങ്കടവും കണ്ടിട്ടാകണം ടീച്ചർ എന്നോട് മുകളിലേക്ക് പൊത്തോ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ നേരിയ ഗോവണി കയറി മുകളിലേക്ക് എത്തി. അവിടെയുള്ള മുറിയിൽ കയറിയിരുന്നു. കട്ടിലാകെ പൊടിയായിരുന്നു. ആരും ഉപയോഗിക്കാനില്ലല്ലോ. ടീച്ചർ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കയറി വന്നു. വരുന്ന വഴിക്ക് കയ്യിലൊരു ഗ്ലാസ് വെള്ളവുമായാണ് വന്നത്. എനിക്ക് തന്നു. ഞാനത് കുടിച്ചു. ശബ്ദമുണ്ടാക്കില്ലേ എന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് നമ്മൾ റൂമിൽ നിന്ന് മുകളിലെ ഉമ്മറത്തേക്ക് പോയി. അടച്ചു കിടക്കുന്ന ഭാഗമാണ്. എന്നാലും പഴയ വീടായതുകൊണ്ട് ജനലുകൾക്ക് പകരം ഇടവിട്ട കൈവരികൾ വെച്ചാണ് പണിതിരിക്കുന്നത്. ഇനി പെട്ടെന്ന് കോണി കയറി ആരെങ്കിലും വന്നാലും മറുവശത്ത് കൂടെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു വശത്തേക്ക് ചെന്ന് അവിടെ നിലത്തിരുന്നു. അപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ ടീച്ചറിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ടീച്ചർ ആദ്യം ചെയ്തത്. എന്ത് പറ്റിയെന്ന് പോലും ചോദിക്കുന്നത് എൻ്റെ കരച്ചിലൊന്നടങ്ങിയ ശേഷമാണ്. എൻ്റെ കരച്ചിൽ കഴിഞ്ഞെങ്കിലും എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നറിയാതെ ഞാൻ ടീച്ചറുടെ മടിയിൽ കിടന്നു. മടക്കി വെച്ചിരുന്ന കാലുകൾ നേറ്റി വെച്ച് എന്നെ കിടത്തി. എൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്ന ടീച്ചർ. അങ്ങനെ കുറച്ചു നേരം കിടന്നപ്പോൾ ടീച്ചർ എന്നോട് എന്താ അച്ഛൻ ചീത്ത പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. പിന്നെ എന്താടാ അമ്മച്ചി വല്ലതും പറഞ്ഞോ? ഇല്ല. കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പതുക്കെ മൂളി. സാരമില്ല, നമുക്ക് പരിഹരിക്കാം. എന്ത് പറ്റി? അടിപിടിയാണോ? അപ്പൻ വരേണ്ടി വരുമോ? ടീച്ചർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എനിക്കെങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നറിയാത്ത കൊണ്ട് ആകെ ഒരു വിങ്ങൽ. എൻ്റെ മനസ്സറിഞ്ഞ പോലെ ടീച്ചർ അത് ചോദിച്ചു. മായയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അതെ. എന്താടാ പറ, നീ ഇങ്ങനെ കിടന്നു തേങ്ങാതെ പറ. അവസാനം ടീച്ചറോട് ഞാൻ അന്നുണ്ടായ എല്ലാം പറഞ്ഞു. ടീച്ചർ ഒരു നെത്തലോടെയാണ് എല്ലാം കേട്ടത്.
അവളുടെ ഭർത്താവ് അറിഞ്ഞു. അതായിരുന്നു ടീച്ചറുടെ ആദ്യത്തെ ചോദ്യം. അറിയില്ല ടീച്ചർ എനിക്ക്. അവൾ ക്ലാസ്സിൽ വരുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. ഉണ്ട്. അന്നത്തെ ഒരു നിമിഷം അവളെ അങ്ങനെ കണ്ടപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ പറഞ്ഞു നിർത്തി. ടീച്ചർ അവസാനമായി എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അവളിപ്പം നിന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ അല്ലേ? അത് പേടിക്കാനടാ, അവൾക്കത് ഏറ്റുകാണില്ല. പിന്നെ നീ സങ്കടപ്പെടുവൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ആയി എന്ന് വിചാരിച്ച് അപ്പോഴേക്കും കുപ്പിയാകണമെന്നില്ല. പിന്നെ ഇപ്പോൾ അവൾ പഠിക്കുകയല്ലേ. എന്തെങ്കിലുമൊക്കെ ആകാതിരിക്കാനുള്ള മരുന്നൊക്കെ അവളുടെ ഭർത്താവ് വാങ്ങി വെച്ചിട്ടുണ്ടാവും. നീ പേടിക്കണ്ട, അവളത് കഴിച്ചു കാണും. സാരമില്ല, നീ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. എന്നാലും ഇത്രയും ദിവസം നീ എന്റെ അടുത്ത് പറയാതെ എങ്ങനെ കൊണ്ടു നടന്നീ രഹസ്യം? ഞാനൊന്നും മിണ്ടാതെ ടീച്ചറുടെ മടിയിൽ കിടന്നു. എന്നാലും എന്റെ തെമ്മാടി ചെക്ക, അവൾക്ക് എങ്ങാനും വല്ലത് സംഭവിച്ചിരുന്നെങ്കിലോ? നീ ഇനി അവളോട് അങ്ങനെയൊന്നും ചെയ്യാൻ പോകല്ലേ. എല്ലാ പ്രാവശ്യവും ഇതുപോലെ രക്ഷപ്പെടണമെന്നില്ല. പോകുമോ ഇനി അവളുടെ പിന്നാലെ? ഇല്ല ടീച്ചർ. അത് കേട്ടതും ടീച്ചർ എന്റെ കവളിൽ ഒന്ന് തലോടി. ഞാൻ കുറച്ചു നേരം കൂടെ അമ്മനെ കിടന്നു. പെട്ടെന്ന് ടീച്ചർ അമ്മ താഴെ നിന്ന് വിളിച്ചു. അത് കേട്ട് ടീച്ചർ പതിയെ താഴേക്ക് ഇറങ്ങി. അത് ദാസേട്ടന്റെ ഫോണായിരുന്നു. ടീച്ചർ വരുന്നത് വരെ ഞാൻ അവിടെ കിടന്നു. കാരണം ടീച്ചർ എന്നെ സമാധാനിപ്പിച്ചപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായി. മനസ്സ് ശാന്തമായി. ടീച്ചർ ദാസേട്ടനുമായി സംസാരിച്ചുകൊണ്ടാണ് പിന്നീട് മുകളിലേക്ക് കയറി വന്നത്. എന്റെ അടുത്ത് തന്നെ ഇരുന്നു. ഞാൻ അങ്ങനെ തന്നെ തലവിച്ചു കിടന്നു. ടീച്ചറുടെ കാലിന് പാദസ്വരം ലൂസായി കിടക്കുന്നത് കണ്ട് ഞാനത് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഇല്ലേ ആ പാദസ്വരം മൂടിപ്പോകും. അപ്പോഴും ടീച്ചർ ദാസേട്ടനുമായി സംസാരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഫോൺ കട്ടായിപ്പോയി. വെള്ളിപ്പാദസ്വരം ടീച്ചർക്ക് നന്നായി ചേരുന്നു എന്നെനിക്ക് തോന്നി. അന്ന് അവിടെ നിന്ന് പോയി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ. പീലയൊക്കെ അടഞ്ഞു കൂടിയിരിക്കുന്നു. ഞാൻ അമ്മയെ വിളിച്ച് കരഞ്ഞു. കണ്ണസുഖമാണ്. അമ്മയും ടീച്ചറും ടീച്ചറുടെ അമ്മയും കൂടി എന്നെ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയി. കേശവൻ വൈദ്യർ ആ നാട്ടിലെ ഏറ്റവും മികച്ച വൈദ്യരാണ്. വൈദ്യരുടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ കിളിനാഥം പോലൊരു ശബ്ദം. കണ്ണിന് വയ്യെങ്കിലും എനിക്ക് ആളെ പിടികിട്ടി. വൈദ്യരുടെ കൊച്ചുമോളാണ് അശ്വതി. നല്ല തുമ്പപ്പൂ നിറമുള്ള സുന്ദരി. ഇവളെ പ്രേമിച്ചു കല്യാണം കഴിക്കുന്നത് എത്ര തവണ സ്വപ്നം കണ്ടിരിക്കുന്നു. പക്ഷേ ഒരു പുല്ലും നടന്നില്ല. അശ്വതി അകത്തേക്ക് നോക്കി വൈദ്യരെ വിളിച്ചു. വൈദ്യർ എന്നെ പരിശോധിച്ചു. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. മരുന്നൊന്നും വേണ്ടി വരില്ല. അല്പം മുലപ്പാല് കഞ്ഞി ഒഴിച്ചാൽ മതി. മുലയൂട്ടുന്ന അമ്മമാര് പരിസരത്ത് വല്ല ഉണ്ടോ ആവോ? അമ്മ ഇല്ല എന്നർത്ഥത്തിൽ വൈദ്യരോട് എന്താ പറയാൻ തുനിഞ്ഞതും ടീച്ചറുടെ അമ്മ ഇടയ്ക്ക് കയറി. അതിനെന്താ വൈദ്യരെ, എന്റെ മോളുടെ കുഞ്ഞ് പാലുകൂടി പരുവം മാറാത്തതാണ്. വൈദ്യർ അത് നന്നായി. ഒരു തുള്ളി വീതം 3 ദിവസം അത് രാവിലെ 2 നന്നലും ഒഴിക്കുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറക്കുമ്പം ഒഴിച്ചാൽ അത്രയും നല്ലത്. ടീച്ചറുടെ അമ്മ അതിനെന്താ വൈദ്യരെ, ഒരു കുഴപ്പവുമില്ല. വൈദ്യർക്ക് കൂലി കൊടുത്ത് എന്ന അവിടെ നിറങ്ങി. അശ്വതിയെ ഒന്ന് നോക്കി, എങ്കിലും കണ്ടില്ല. ടീച്ചറുടെ അമ്മ പറഞ്ഞു, 3 ദിവസം മോൻ ഞങ്ങളുടെ കൂടെ കിടക്കട്ടെ. അത് രാവിലെ ഒഴിക്കേണ്ടതല്ലേ, കണ്ണ് തുറക്കും മുമ്പ് ഒഴിക്കണം. അതാ നല്ലത്, എന്റെ അമ്മ പറഞ്ഞു. എനിക്ക് ശരിക്കും സന്തോഷമായി. ടീച്ചറുടെ അടുത്തിരിക്കുന്നത് തന്നെ എനിക്ക് ആശ്വാസമാണ്. ഇപ്പോൾ എന്റെ കണ്ണസുഖത്തിനും ടീച്ചർ തന്നെ വേണ്ടി വന്നു. അന്ന് രാത്രിയിൽ തന്നെ എന്റെ കൂടും കുടുക്കിയുമായി എന്നെ ടീച്ചറുടെ വീട്ടിലേക്ക് പാക്ക് ചെയ്തു. ഞാൻ വലിയൊരു കണ്ണടയും വെച്ച് ടീച്ചർ അടുത്തിരുന്നു. ടീച്ചർ എന്നെ നോക്കിയൊരു ചിരി.
വേറൊന്നുമില്ല. ചിരിക്കാനുണ്ടായ കാര്യം ദാസനും വിജയനും കണ്ണട വെച്ച് കണ്ണ് പഴുത്ത് ചീഞ്ഞ് തിങ്ങിയിരിക്കുകയാണ് സാർ എന്ന് പറയുന്ന സീൻ ടിവിയിലോടുകയാണ്. എന്റെ കണ്ണട വെച്ച് മോന്ത നോക്കി ടീച്ചർ അങ്ങനെ എഴുതി. എന്തായാലും സച്ചൂട്ടന് കൊടുക്കാൻ വെച്ചിരുന്ന പാൽ എന്റെ കണ്ണസുഖം പൂർണ്ണമായും മാറ്റി. പിന്നീട് ഒരു ദിവസം ടീച്ചറെ കാണാനായി ഞാൻ ചെന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ഇതിന്റെ ബാക്കി പോർഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം.